നന്നായിട്ട് പെർഫോം ചെയ്യും. നോ മോർ പട്ടി ഷോ. ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റോ ഒന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഒതുക്കിയിട്ടിട്ട് പോവല്ലേ, കാണിച്ചു തരുന്നുണ്ട് ഞാൻ. ഹേ ഗായ്സ്, ദിസ് ഇസ് നെവിൻ കപ്രീഷ്യസ് സാന്റോസ് ആൻഡ് മാർട്ടാങ്കീരി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ അധികം സന്തോഷം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഓൾസോ എന്താ പറയുക, ഇത് നിങ്ങളുടെ അടുത്ത് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ സാധനം ഉണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ല. ആൻഡ് ഓൾസോ ഇതൊരു പെയ്ഡ് പ്രൊമോഷനും അല്ല. ഇത് ഞാൻ 50K യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ആയതിന് വേണ്ടിയിട്ട് എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്ത ഒരു ഉപകാരമുള്ളൊരു സാധനം. ദാറ്റ് ഈസ് മൈ MacBook M4. So I'm going to unbox my MacBook M4. അതിനിടയ്ക്ക് ഞാൻ കഥ പറയാം. പൊട്ടിക്കുവാണ് ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് പൊട്ടിച്ചില്ല, ഞാൻ നിങ്ങളെ കാണിച്ച് തന്നെ പൊട്ടിക്കാമെന്ന് വെച്ചു. ബിക്കോസ് കഴിഞ്ഞ വർഷം ഒന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ എഡിറ്റ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ചെയ്തത് എൻ്റെ യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടാബിലാണ്. അപ്പം അതിലേക്ക് 4K റെസൊല്യൂഷനുള്ള വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരമുള്ളൊരു സാധനം അത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. സോ ഐ ബ്രോട്ട് മൈ ന്യൂ Mac M4. ഓക്കെ, ടാറ്റാ. ഞാനിത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കുറേ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ലൈക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം ജസ്റ്റ് ഒരു എന്താ പറയുക, നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പം നോർമലായിട്ടുള്ളൊരു വലിയ കാര്യമായിട്ട് തോന്നത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം ഒന്നും ഇല്ലാത്തടത്ത് നിന്ന് എന്നെ ഇത്രയും ആക്കിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. പിന്നെ ബിഗ് ബോസ് ഓഫ് കോഴ്സ്. അപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ അൺബോക്സ് ചെയ്യാം എന്ന് എനിക്ക് തോന്നി. അല്ലാതെ നോ മോർ പട്ടി ഷോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. യാ, അപ്പോൾ യെസ്, ഐ ആം ഗോണ അൺബോക്സ് മൈ ന്യൂ എഡിറ്റിംഗ് പാർട്ട്ണർ മാക്. ഓക്കെ, ഇതെൻ്റെ ഫേവറേറ്റ് കളറാണ്. ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ഇപ്പോഴത്തെ ന്യൂ കളറാണിത്, സ്കൈ ബ്ലൂ. ഇഷ്ടപ്പെട്ടില്ലേ? നോക്കല്ലോ. പിന്നെ ഇതെടുക്കുന്നത് കൃഷ്ണപ്രിയ കേട്ടോ. കൃഷ്ണപ്രിയ ഇസ് സോ ഗുഡ് ഇൻ ഫോട്ടോഗ്രാഫി. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കൃഷ്ണപ്രിയനെ വിളിച്ചോളൂ, ഫ്രീ ആയിട്ടൊന്ന് ഫോട്ടോ എടുത്ത് തരാം. അല്ലേ കൃഷ്ണപ്രിയ? 2 വാക്ക് സംസാരിക്കും. അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, ചാർജറുണ്ട്. പിന്നെ എന്ത് സാധനമുള്ളത്? വാറണ്ടി കാർഡുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജർ വേണമല്ലോ, അപ്പോൾ ചാർജറും ഉണ്ട്. ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അൺബോക്സ് ചെയ്തു. ഇനി ഇത് ഞാനൊന്ന് തുറന്നു നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് ആക്ച്വലി സ്കിൻ നമ്മൾ ഒട്ടിക്കണം. പക്ഷേ പെട്ടെന്നുള്ള ആക്രാന്തത്തിൽ എനിക്കത് സാധിച്ചില്ല. പിന്നെ എനിക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ വെച്ചിട്ട് തന്നെ അൺബോക്സ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്തു, പ്രോപ്പർ അൺബോക്സ്. ഓക്കെ, അപ്പം സ്കിൻ ഒട്ടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാം. ഓക്കെ, തുറക്കട്ടെ ഞാൻ അങ്ങോട്ടേക്ക്. ആപ്പിളിൻ്റെ ചിന്നൊക്കെ കാട്ടിച്ചാപ്പിൾ. അപ്പോൾ ഇനി എൻ്റെ എഡിറ്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്തായിരിക്കും. ദിസ് ഇസ് മൈ എഡിറ്റിംഗ് പാർട്ട്ണർ. സ്ലിം ഡിസൈൻ. ഞാൻ തടിച്ചിട്ടാണെങ്കിലും എൻ്റെ ലാപ്ടോപ്പ് മസ്റ്റ് ബി സ്ലിം. ഐ ലവ് ഇറ്റ്. ഇതിനങ്ങോട്ടേക്ക് നമുക്ക് പാജൻറ്റിലേക്ക് വിടായിരുന്നു. പിന്നെ ഇതെടുക്കുന്നത് കൃഷ്ണപ്രിയ കേട്ടോ. കൃഷ്ണപ്രിയ ഇസ് സോ ഗുഡ് ഇൻ ഫോട്ടോഗ്രാഫി. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കൃഷ്ണപ്രിയനെ വിളിച്ചോളൂ, ഫ്രീ ആയിട്ടൊന്ന് ഫോട്ടോ എടുത്ത് തരും. അല്ലേ കൃഷ്ണപ്രിയ? 2 വാക്ക് സംസാരിക്കും. അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, ചാർജറുണ്ട്. പിന്നെ എന്ത് സാധനമുള്ളത്? വാറണ്ടി കാർഡുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജർ വേണമല്ലോ, അപ്പോൾ ചാർജറും ഉണ്ട്. ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അൺബോക്സ് ചെയ്തു. ഇനി ഇത് ഞാനൊന്ന് തുറന്നു നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് ആക്ച്വലി സ്കിൻ നമ്മൾ ഒട്ടിക്കണം. പക്ഷേ പെട്ടെന്നുള്ള ആക്രാന്തത്തിൽ എനിക്കത് സാധിച്ചില്ല. പിന്നെ എനിക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ വെച്ചിട്ട് തന്നെ അൺബോക്സ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്തു, പ്രോപ്പർ അൺബോക്സ്. ഓക്കെ, അപ്പം സ്കിൻ ഒട്ടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാം. ഓക്കെ, തുറക്കട്ടെ ഞാൻ അങ്ങോട്ടേക്ക്. ആപ്പിളിൻ്റെ ചിന്നൊക്കെ കാട്ടിച്ചാപ്പിൾ. ഓക്കെ, ഹലോ വരട്ടെ. കണ്ടോ? അപ്പോൾ ഇനി എൻ്റെ എഡിറ്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്തായിരിക്കും. ദിസ് ഇസ് മൈ എഡിറ്റിംഗ് പാർട്ട്ണർ. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഇത്രയും ഒരു എക്സ്പെൻസീവ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇതിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം
എൻ്റെ ചാനൽസ് ഓഫ് കോഴ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ മോസ്റ്റ് ഓഫ് ദ വീഡിയോ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. ഞാനൊരു നല്ലൊരു എഡിറ്റർ കൂടിയിട്ടാണ് ഞാൻ തെളിയിച്ചിരിക്കുന്നു. എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കാണിച്ചു തരുന്നുണ്ട് ഞാൻ. അപ്പോൾ എന്താ ചൈനീസൊക്കെ എഴുതി കാണിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. പിന്നെന്താ പറയുക, നിങ്ങളുടെ റിയലായിട്ടുള്ള സ്നേഹത്തിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു അപ്ഗ്രേഡ്, ജസ്റ്റ് ഒരു യൂസ്ഡ് എന്താ നമ്മുടെ ഐപാഡിൽ നിന്നും നമ്മുടെ മാക് ബുക്കിലേക്ക്. ഒരു സാധാരണ മാക് ബുക്ക് അല്ല, ഇത് നെവിൻ്റെ മാക് ബുക്ക്. അപ്പോൾ യെസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ കാരണമാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ ചാനലിന് വേണം. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ക്ലിക്ക് മൈ ബെൽ ഐക്കൺ. ആൻഡ് ദിസ് ഇസ് നവൻ കപ്രേഷ് സന്തോഷ് ആർട്ട് ഡിസിൽവ മാതാങ്കിവി. സ്റ്റേ ട്യൂൺ. ഇനി സൂപ്പർ ഡ്യൂപ്പർ സാധനങ്ങളൊക്കെ ഈ എൻ്റെ മാക്കിൽ നിന്ന് ഞാൻ ഇടുന്നതായിരിക്കും. താങ്ക് യു. See you next video. Bye.